Watch India's largest kids library only on Jio Hotstar. Download the app now. ചങ്കുകളെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. മോട്ടുവും ബത്തിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങി. ഇതാണ് അവരുടെ ഫ്ലൈയിങ് ബസ്. ഇനി മുതൽ അവര് വളരെ ബിസി ആയിരിക്കും. സമ്പാദിക്കാനുള്ള ഒരേ ഒരു മാർഗമായത്. അതെ. അതുകൊണ്ട് കൂട്ടുകാരെ, നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മുൻപിൽ കാഴ്ചവെക്കുന്നു ഫ്ലൈയിങ് ബസിന്റെ ആദ്യത്തെ ഷോ. എന്തായാലും കലക്കും. നിങ്ങൾക്കെല്ലാവർക്കും കാണാം വിസ്മയ കാഴ്ച. ഞങ്ങൾ ഇപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് യാത്ര പോവുകയാണ് ആകാശത്തിലെ റോഡിലൂടെ. ഒരു മിനിറ്റ് കാര്യം പറയട്ടെ. ഈ ഫ്ലൈയിങ് ബസ്സിലെ ജോണേ, നിൽക്കവിടെ. ഞങ്ങളുടെ പിന്നാലെ എങ്ങാനും വരാൻ നോക്കിയാലുണ്ടല്ലോ, നിന്റെ ആരോഗ്യത്തിന് അതൊരിക്കലും നന്നായിരിക്കില്ല. പത്ലു, മാന്യന്മാരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പത്ലു, ഈ ഫുർഫുറി നഗരത്തിൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്. അത് നീ മനസ്സിലാക്കണം. അതെ ജോണേ, നീ ഞങ്ങളടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിന്നോട് നല്ല മലയാളത്തിൽ ഒരിക്കൽ കൂടെ പറയുക, കേട്ടോളൂ. ഈ ബസ്സിൽ നിന്ന് 5000 മീറ്ററും പിന്നെ ഞങ്ങളിൽ നിന്ന് 1000 മീറ്ററും ദൂരെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ഈ ബസ്സിൽ നിന്നെ കേട്ടുന്ന പ്രശ്നമില്ല. പോയിക്കോ, പോയി വേറെ വല്ല പണിയും നോക്ക്. ഓഹോ, ഈ ഡോഡിനെ അപമാനിക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? നിന്നെ ഒന്ന് ഞാൻ വെറുതെ വിടില്ലടാ. ഉണ്ടായതൊക്കെ ഇതിലും വലുതാണല്ലോ. എന്താ ഡോണേ? വലിയേട്ടാ, ഈ ബസിന്റെ കണ്ടുപിടുത്തം കാരണം നിങ്ങൾ ഞങ്ങൾക്കൊരു ജീവിതമാണ് തന്നത്. ഇനി ഫുർഫുറി നഗരത്തിൽ ഞങ്ങളുടെ ഈ സേവനം തുടരുന്നതായിരിക്കും. അതെ ഡോക്ടർ ജഡ്ക, നമ്മൾ ഇനി ഇതുവഴി വണ്ടി ഓടിച്ചിട്ട് ആകാശത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കും. ഈ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിന് ദൈവത്തിന് ശിക്ഷയായത്. നമ്പർ 1, നീ എന്തോന്നാണ് ഈ പുലുപുന്നതായി? എന്റെ പൈശാചികമായ ബുദ്ധിയിൽ ഒരു അപകടകരമായ ചിന്ത തോന്നുന്നുണ്ട്. ഇപ്പൊ പരിപാടി കാണിച്ചുതരാം. വല്ലതും തരണേ, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഇടിമിന്നലേറ്റ പാവം ഒരു സഹയാത്രികനാണ്, എന്നെ സഹായിക്കണേ. ആക്രമിക്കൂ ബസ്സിനകത്ത്. വലിയേട്ടാ, തല്ലിക്കൊല്ലേ. വെറുതെ വിട്, ഇടിക്കരുത്. ഞാനാണ് ജോൺ, നിന്റെ സ്നേഹിതൻ, നിന്റെ മുത്ത് ജോണാണ് ഞാൻ. ഡോൺ, നീ ഇവിടെ എങ്ങനെ എത്തിയത്? ഞാൻ എങ്ങനെയാ എവിടുന്ന വന്നതൊക്കെ പിന്നെ പറയാ. ആദ്യം ഞാൻ പഴയതുപോലെ ആകാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ താ. ആ മരുന്ന് മുകളിലായിരിക്കുന്ന ഒന്ന് എടുത്തിട്ട് വരാമോ? ഓക്കെ മോനെ, കരയാതിരിക്കൂ. ഞാൻ ഇപ്പൊ തന്നെ നിനക്കുള്ള മരുന്നുമായിട്ട് വരാം. എന്റെ അപ്പൂപ്പൻ പറയാറുണ്ടായിരുന്നു, കാറ്റിൽ കളഞ്ഞാലും അത് അളന്ന് കളയണമെന്ന്. ഞാൻ ആ ജോണിനെ സഹായിക്കാൻ പോയത് കൊണ്ടല്ലേ ഈ ഗതി വന്നത്. കാറിനെ ബസ്സിന്റെ മുകളിലേക്ക് വിട്. ജോൺ, നിനക്കറിയാമോ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പാടുള്ളത് എന്താണെന്ന്? അറിയാം മോട്ടു, അറിയാം. നീ എന്നെ എങ്ങനെ ഇടിക്കാൻ എടാ, നിന്റെ ജനറൽ നോളജ് കൊള്ളാലോടാ ജോണ്. എന്നാ തയ്യാറായിക്കോ, എന്റെ ഇടികൊള്ളാൻ തയ്യാറായിക്കോടാ. ഞാൻ എങ്ങനെ നോ എൻട്രി സോണിൽ വന്ന് പെട്ടത്? ഞാൻ പുട്ടും കടലും കഴിച്ച് വന്നിരിക്കാണ്. എനിക്ക് ഈ വൃത്തികെട്ട പുക കഴിക്കേണ്ട കാര്യമില്ല. ഒന്ന് നിർത്തോ.
പറ്റുന്നില്ല. മോട്ടു, എന്തായി ചെയ്യുന്നേ? മോട്ടു, ഇത് ഞാനാണ്, തല്ലരുത്. ഓ സോറി സോറി, പത്തനു ഒരു തെറ്റിദ്ധാരണയിൽ സംഭവിച്ചു പോയതാ. സോറി സുഹൃത്തെ. എന്റെ അമ്മോ, പുറകെ ഒരുത്തൻ തൂങ്ങി കിടപ്പുണ്ട്. എന്നൊന്ന് വേഗം രക്ഷിക്ക. ഞാൻ എത്ര നേരം അങ്ങനെ തൂങ്ങി കിടക്കേണ്ടത്? ചിങ്കം സാറേ, എനിക്കിട്ട് കുറെ പണിതല്ലേ. കുറച്ചു നേരം അതിന് തൂങ്ങിക്കിടക്ക്. പിടിച്ചോണ്ട് കിടന്ന തനിക്ക് കൊള്ളാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോടാ. ബോസ് ബോസ്, കുറച്ചുകൂടി ഒന്ന് സ്പീഡിൽ ഓടിച്ചൂടെ? ചിങ്കൻ സാറിന് പുകയടിക്കാന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാ. അങ്ങനെയാണോ? നിന്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു തരാം. നമ്പർ 1 കണ്ടോ? മോട്ടു പത്ലു, രക്ഷിക്ക. പത്തലു ചിങ്കം സാറിനെ രക്ഷിച്ചേ പറ്റൂ. വരൂ, അവന്റെ പുറകിൽ പോവാം. എന്താ സംഭവിച്ചേ? കടിച്ചതും പോയി, അതോടൊപ്പം പിടിച്ചതും പോയി. ചിങ്കം സാറേ, ബസ്സിലേക്ക് എടുത്ത് ചാട്. എന്റെ അമ്മോ, ഭാവി ചെന്ന ഇടം പാതാളം എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ എന്റെ കഥ. രക്ഷിക്കൂ. ഇവിടെ സ്ഥലം കുറവാണ്. വരൂ, മേളിൽ കുസ്തി പിടിക്കാം. ഏയ്. ജോൺ, ഇത് ചീറ്റിംഗ് ആണ്. ഇതിനാണ് ഇല്ലാതെ പറയുന്നത്. വരമ്പത്തെ കല്ലേ കുത്ത്. ഏയ്. ഓടാ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. സ്വബോധം വന്നോടെ നിനക്ക്. ഇനിയും കുസ്തി പിടിക്കണമെന്നാണോ? എന്നോട് ക്ഷമിക്കും മോട്ടു, എനിക്ക് ഇപ്പോഴാ എല്ലാം മനസ്സിലായത്. നീ നല്ലവൻ തന്നെ. എല്ലാവരെയും സഹായിക്കുന്ന പോലെ എന്നെ ഒന്ന് സഹായിക്കും മോട്ടു, പ്ലീസ്. നീ നല്ലവൻ തന്നെയാ മോട്ടു. പക്ഷേ ഈ ജോൺ ഉണ്ടല്ലോ, വൃത്തികെട്ടവനാ. ഇമോഷൻ വെച്ചല്ല, ബുദ്ധി ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യേ. എന്റെ പത്തലു, നീ ഇതെന്തൊക്കെയായി പറയുന്നത്? എന്റെ മോട്ടു, ഞാൻ പറഞ്ഞതിനർത്ഥം ബുദ്ധി ഉപയോഗിച്ച് അവനെ കീഴടക്കെന്ന്. ബുദ്ധി ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ. ഇവിടുത്തെ ലക്ഷണമില്ലല്ലോ. വേണ്ട. ഏയ്. എന്റെ അമ്മോ. മരക്കെട്ട മെസ്സി റൊണാൾഡോ മറ്റേ വല്ല ആണോ? എന്റെ അമ്മോ, ഞാനെന്റെ ഫുട്ബോളോ, എനിക്ക് വയ്യ. എന്റെ അമ്മോ. ചിങ്കം സാറേ, എന്നെ രക്ഷിക്കണേ. ആദ്യം ആരെങ്കിലും എന്നെ ഒന്ന് വേഗം രക്ഷിക്കൂ. വേഗം. ജോൺ, ചിങ്കത്തെ
രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. തിങ്കം സാറേ പ്ലീസ് അറസ്റ്റ് മീ, എന്നെ അറസ്റ്റ് ചെയ്യൂ. എന്റെ അമ്മോ, നിങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ആപൽക്കരമാണ്. ദൈവാദിനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഒരിക്കലും ചിങ്കം ആ ബസ്സിൽ യാത്ര ചെയ്യില്ല. ചിങ്കം സാർ, ഒരു സംശയം. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് ശബ്ദം വരിക? ഏയ്, നിങ്ങൾക്കെന്താ ഇതുപോലും അറിയില്ലേ? കണ്ടോ, ഞാനിപ്പോ കാണിച്ചു തരാം. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ അമ്മോ, Watch India's largest kids library only on Geo Hotstar. Download the app now.